മാന്യസദസ്സിന് വന്ദനം. പ്രകൃതി സംരക്ഷണം വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രകൃതി? നാം അധിവസിക്കുന്ന ചുറ്റുപാടിനെ പൊതുവെ പറയുന്നതാണ് പ്രകൃതി. അതിലെ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. അതിലേതെങ്കിലും ഒന്നിനുണ്ടാകുന്ന നാശം നമ്മുടെ തന്നെ നാശത്തിന് കാരണമാകും. സുന്ദരമായ ഈ പ്രകൃതി ദൈവദാനമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. ശ്വസിക്കാനാവശ്യമായ ശുദ്ധവായുവും ശുദ്ധജലവും പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകുന്നവയാണ്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നാണ് ചങ്ങമ്പുഴ പണ്ട് കേരളത്തെ വർണ്ണിച്ചത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം മാലിന്യ കൂന മാത്രം. ഇത് തിരുത്തിപ്പാടേണ്ട ഗതിയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ചിലക്കുന്ന പക്ഷികളോ, സുഗന്ധം പരത്തുന്ന പൂക്കളോ, തണൽ നൽകുന്ന മരങ്ങളോ, ശുദ്ധജലം നൽകുന്ന ജലസ്രോതസ്സുകളോ? അല്ലേയല്ല. അതിനുത്തരം ഒരേവർ, മനുഷ്യർ തന്നെ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യർ തന്നെ. നമ്മുടെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ആശുപത്രികളിലെയും നിന്ന് പുറംതള്ളുന്ന മാലിന്യങ്ങൾ തുറസായ സ്ഥലങ്ങളിൽ കാണുന്ന കാഴ്ച നമുക്ക് സർവ്വസാധാരണമായിരിക്കുന്നു. അതുപോലെ കുന്നിടിക്കൽ, വയലുകത്തൽ, അമിതമായ കീടനാശിനി പ്രയോഗങ്ങൾ എന്നിങ്ങനെ ഉപയോഗത്തിൽ പ്രകൃതിയെ മനുഷ്യർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 3.5 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയായ പ്രകൃതിയെ നോവിച്ചതിന്റെ അനന്തരഫലമായി നമുക്ക് വരുന്ന വിപത്തുകളാണ് മാരക രോഗങ്ങളും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നാം ഇന്ന് കാണുന്ന ദുരന്തങ്ങളെല്ലാം. പ്രകൃതി സംരക്ഷണം എന്നത് ഒരു വിശ്വാസമായി തീരണം. ചുറ്റുമുള്ള പ്രകൃതിയെ ആസ്വദിച്ചും ഒത്തിണങ്ങിയും വളരുകയാണെങ്കിൽ ചുറ്റുമുള്ളതിനെ നശിപ്പിക്കാൻ മനസ്സുവരില്ലെന്ന് മനസ്സിലാക്കാം. മരങ്ങളെ വച്ചുപിടിപ്പിച്ചും അവയെ പരിപാലിച്ചും മറ്റുള്ളവർക്ക് അവബോധം സൃഷ്ടിച്ചും അവ നൽകുന്ന വിഭവങ്ങളെ മിതമായി ഉപയോഗിച്ചും നമുക്ക് മാതൃകയാകണം. ഗ്രേറ്റ തുൻബെർഗ് എന്ന 16-കാരി UN സഭയിൽ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. വളർത്തുവരുന്ന തലമുറയ്ക്ക് വേണ്ടിയും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും ഇത് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച ചിപ്കോ പ്രസ്ഥാനവും നമുക്ക് സുപരിചിതമാണല്ലോ. ഇനി ചിപ്സിന്റെ കൂടോ മിഠായി കടലാസോ വലിച്ചെറിയുമ്പോൾ ഓർക്കുക മണ്ണിനെ പറ്റി, അതിലെ ജീവികളെ പറ്റി, സമുദ്രങ്ങളെ പറ്റി, അതിലെ മത്സ്യങ്ങളെ പറ്റി, സർവോപരി നമ്മെ പറ്റി, വരാനിരിക്കുന്ന പുതുതലമുറകളെ പറ്റി. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? മണ്ണെ നമ്പി മരമിരിപ്പോ, മരത്തെ നമ്പി ഇലയിരിപ്പോ, ഇലയെ നമ്പി കായിരിപ്പോ, കായെ നമ്പി നാം ഇരിപ്പോ. അവസാന വരികൾ ഇങ്ങനെയാണ്: എന്നെ നമ്പി മരമിരിപ്പോ. നമ്പിയിരിക്കുക എന്നാൽ വിശ്വസിക്കുക എന്നർത്ഥം. അഥവാ മനുഷ്യർ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് സാരം. ഒരിക്കൽ കൂടി പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും അവ നൽകുന്ന വിഭവങ്ങളെ മിതമായി ഉപയോഗിച്ച് വരും തലമുറകൾക്ക് കൈമാറാം എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്.